അങ്ങനെ ഒരു ദിവസം ഒരു സൺഡേ എവിടെ പോകണമെന്നറിയാതെ ഇങ്ങനെ സ്റ്റുട്ട്ഗാർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പം ഫോർഷൈമിലേക്ക് ഒരു ട്രെയിൻ കണ്ടു. അങ്ങനെ ഫോർഷൈമിലെത്തിയപ്പോൾ ഒരു വിചിത്രമായ രീതിയിലുള്ള ഒരു ട്രെയിൻ, അതായത് ഏകദേശം ഒരു കോച്ചേ ഉള്ളൂ, ഒരു ബസ്സിൻ്റെ അത്രയുള്ള ട്രെയിൻ. അങ്ങനെ എത്തിയൊരു സ്ഥലമാണ് അതിമനോഹരമായി ഷ്വാർസ് വാൾഡ് മലനിരകളുടെ ഇടയ്ക്ക് കിടക്കുന്ന ഹോർബ് അം നെക്ടാർ എന്ന ഒരു മനോഹരമായൊരു പട്ടണം. വളരെ പ്രാചീനമായ ഒരു പട്ടണമാണത്. അതായത് എൻ്റെ കയ്യിൽ 1813 മുതലെങ്ങാണ്ട് ഇവിടെ ലൈക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഒരു സിറ്റിയാണ്, ടൗണാണിത്. ആ ഒരു ബ്രൂവറിയുടെ ഫ്രണ്ടിൽ വോളിലുണ്ടായിരുന്ന ഈ ഒരു പിക്ചറുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇതേ ഒരു പിക്ചർ അവരവർ ഡ്രോ ചെയ്തത്. അതായത് 1813 ഇതേപോലെ തന്നെയാണ്, അതായത് അധികം മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓവർ ഡ്രോൺ ഈ പട്ടണം അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ആൾക്കാർ ഇതിൻ്റെ വേറെ സൈഡിൽ, ഈ പട്ടണത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ ഫാക്ടറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നാലും ഈ ഒരു വ്യൂ അത് ഇപ്പോഴും പ്രിസർവ് ചെയ്തിരിക്കുന്നത്. ഈ നെക്ടാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന ഈ നദിയാണ്. കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ വീഡിയോയുടെ ഏകദേശം ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു നദി കാണാൻ പറ്റും. നെക്ടാർ നദിയാണ്. അപ്പം ഈ രണ്ട് പർവ്വതനിരകളിലൂടെ ഈ നെക്ടാർ നദി ഒഴുകുന്നു. അതിൻ്റെ താഴ്വരയിൽ അവർ ഡാം ചെയ്തും വെള്ളം കൺസർവ് ചെയ്തും അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു പട്ടണമാണ് ഈ ഹോർബം നെക്ടാർ. ഇപ്പം ഇതിൽ അതായത് ഇപ്പം ഏകദേശം നമ്മുടെ ഈ ഓട്ടം വന്ന് കഴിയും, അതായത് വിൻ്ററിലേക്ക് എത്തുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ല കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് പച്ചപ്പാണ് എങ്കിലും അവിടെ ഇവിടെയും യെല്ലോയും ഓറഞ്ചും കളറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇവരുടെ ഈ പട്ടണത്തിൻ്റെ കളറുമായിട്ട് തന്നെ യോജിച്ച് വരുന്നുണ്ട്. പിന്നെ ദൂരോട്ടോട്ട് നോക്കും തോറും ഈ താഴ്വരയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഈ നെക്ടാർ നദി ഒഴുകുന്നു, അതിൻ്റെ താഴ്വരയിൽ പട്ടണം, ഒരു പട്ടണത്തിനപ്പുറം ഒരു പട്ടണം. അങ്ങനെ ഇവിടേക്ക് എന്ത് വന്നാലും കണക്റ്റഡ് ആണ്, വെൽ കണക്ട്. റെയിൽവേ ലൈൻ ഉപയോഗിച്ചിട്ടായാലും ഈ ഓട്ടോബാൻ ഉപയോഗിച്ചിട്ടായാലും എല്ലാ പട്ടണങ്ങളും ഈ കാട്ടിൻ്റെ നടുക്ക് തന്നെ ആണെങ്കിലും വെൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു കാറോ ഒരു ട്രെയിനോ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പട്ടണം തന്നെയാണ് ഈ എവിടെയുമില്ല, ജർമ്മനിയിലൊരു പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൻ്റെ അനിവാര്യതയുള്ളത്. അതായത് വളരെയധികം ബസ്സസ് ഉണ്ട്, ട്രാംസ് ഉണ്ട്, പിന്നെ സൈക്കിൾസ് ഉണ്ട്, അങ്ങനെ പലതരം ട്രാൻസ്പോർട്ടേഷൻസ് പല ബുണ്ടസ്ലാൻഡിലും ഉണ്ട്. അപ്പോഴത്തേക്കും അതെല്ലാം കൂടി യൂണിഫൈ ചെയ്യേണ്ട അധികം അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബസ്സും ഒരു ട്രെയിനും, ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബസ്സും സെൻട്രൽ ഗവൺമെൻറ് ട്രെയിനും സ്റ്റേറ്റ് ഗവൺമെൻറ് ബസ്സും മാത്രമല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉള്ളതും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പം. ഇപ്പോൾ ജർമ്മൻ നഗരത്തിൻ്റെ ഏതൊരു പ്രത്യേകത, ഇതൊരു ക്ലാസിക് ജർമ്മൻ നഗരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതേപോലുള്ള കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും നടുക്കൊരു ചർച്ച് ടവറും. ഏത് നഗരത്തിലും, പുരാതന നഗരത്തിലും, ജർമ്മനിയുടെ എല്ലാ നഗരങ്ങളും പുരാതനമാണ്. ഫ്രാങ്ക്ഫർട്ടും സ്റ്റുട്ട്ഗാർട്ടും അതേപോലുള്ള മോഡൽ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഉണ്ടെങ്കിലും അവരെല്ലാം പുരാതനമായ നഗരങ്ങളുണ്ട്. അതായത് വളരെ പുതിയ, അതായത് ഒരു ചർച്ച് ടവറാണ്, ടവറിങ് ചർച്ച് ടവറും അതിൻ്റെ ഇടയ്ക്ക് കുറേ വീടുകളും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പ്രത്യേകിച്ച് കാണാനുള്ളത്. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ നെക്ടാറിലും കാണാൻ പറ്റുന്നത്. നെക്ടാറിലല്ല, ഹോർബം നെക്ടാറിലും കാണാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ഹൈക്ക് കണ്ടു. അപ്പോഴത്തേക്കും പഴയ ഈ ഫോർട്ട് ടവേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു, അതിൻ്റെ കൂടെ കറങ്ങി വന്നു. ഇപ്പോൾ മോഡേൺ ഇൻഡസ്ട്രിയൽ സംഭവം കണ്ടു. അതായത് ഈ ഒരു സംഭവം വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വന്നു, കറങ്ങി ഇവിടെ വന്നു. അങ്ങനെയാണ് സംഭവം. എന്തായാലും ഇതൊരു പട്ടണത്തിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ ആണ്. നമുക്കിവിടെ റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുകൂടെ നമുക്ക് ഓട്ടോബാൻ കാണാൻ പറ്റും. ഓട്ടോബാൻ്റെ അടുത്തുകൂടെ ആണ് മെയിൻ നഗരങ്ങൾ. നഗരത്തിനടുക്ക് നമ്മുടെ സ്ട്രീറ്റിലെ ചെറിയ വഴിയിൽ നമുക്ക് പതുക്കെ ഓടിക്കാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം കാണുന്ന ഈ ഷോർസ് വാൾഡ്, ഈ കാണുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന, ബ്ലാക്ക് ഫോറസ്റ്റ് അഥവാ ഷ്വാർസ്വാൾഡ് എന്ന് ജർമ്മനി പറയുന്ന ഒരു കാടാണ്. ഈ ഷ്വാർസ്വാൾഡ് ഏകദേശം ബാഡൻ വുട്ടർബർഗ് തുടങ്ങി സ്വിറ്റ്സർലാൻഡ് വരെ കിടക്കുന്നതാണ്. അതായത് ഫോർഷൈം ആ റീജിയനിൽ തുടങ്ങിയിട്ട് നേരെ താഴ്ന്നു വന്ന് ബാഡൻ വുട്ടർബർഗ്, ബാഡിഷ്, ബാസൽ വരെ പരന്ന് കിടക്കുന്ന ഒരു കാടാണ് നമ്മുടെ ഈ ഷ്വാർസ്വാൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഈ റീജിയനിലൊരു സ്പെസിഫിക്കിറ്റിയാണ്. ഈ റീജിയനിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് തന്നെ പറയപ്പെടുന്നത്. ഈ റീജിയനിൽ നിന്ന് വന്ന ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കടയിലൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റ് നല്ല രുചിയുള്ള കേക്ക്. ഇപ്പോൾ കാണുന്ന നമ്മൾ കാണാം, ഈ ബാക്കിൽ കാണുന്ന ഈ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥലം, ബാക്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് കാണാം. ഇവിടെ അഗ്രികൾച്ചർ റീജിയൻ കാണാം. ഇതൊക്കെ മോഡേൺ സെറ്റപ്പാണ്, മോഡേൺ അഗ്രികൾച്ചർ റീജിയനാണ്. ഇവിടെ കുറേ ആപ്പിൾ ഫാംസ് ഞാൻ കണ്ടു.
ബട്ട് നമ്മൾ നേരത്തെ കണ്ട വ്യൂ അത് നമ്മുടെ പഴയ പട്ടണത്തിൻ്റെ 1800-കളിലെ ഉള്ള പട്ടണങ്ങളിലെ വ്യൂ ആണ്. ഈ കാണുന്നതും നമ്മുടെ സ്റ്റേറ്റ് റോഡാണ്. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഞാൻ ഈ മല